ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മള് കാരക് ചിഹ്നങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? എത്ര കാരക് ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു? 8 എണ്ണം ഉണ്ടായിരുന്നു അല്ലെ? അതില് ഫസ്റ്റ് വൺ കർത്താകാരക്കായിരുന്നു, സെക്കൻഡ് വൺ കർമ്മക്കാരക്കായിരുന്നു. എന്താണ് കർത്താകാരക്? വാട്ട് ഈസ് ദാറ്റ്? കർത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് ആണ് അല്ലെ? നമ്മൾക്ക് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും 3 കാര്യങ്ങൾ എന്തായാലും വേണം. എന്തൊക്കെയായിരുന്നു അത്? സബ്ജക്റ്റ് വേണം, ഓബ്ജക്റ്റ് വേണം, വെർബ് വേണം. റൈറ്റ്? ഓബ്ജക്റ്റ് ഇല്ലാത്ത സെന്റൻസ് ഉണ്ടെന്ന് അപ്പം നിങ്ങൾ പറയും, ശരിയാണ്. എന്തായാലും സബ്ജക്റ്റ് ഇല്ലാത്ത സെന്റൻസ് ഉണ്ടാവില്ല, വെർബ് ഇല്ലാത്ത സെന്റൻസും ഉണ്ടാവില്ല അല്ലെ? അതില്ല. കർത്ത എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. റൈറ്റ്? ജോ വാക്യമേ കാര്യകർത്ത ഹെ അല്ലെ? ഒരു സെന്റൻസിൽ ആരാണോ ജോലി ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാറ്? കർത്താകാരക് എന്ന് പറയുന്നത്. വാക്യമേ जिस रूप से क्रिया को करने वाला का पता चले उसे कर्ता कहते हैं അല്ലെ? ഒരു സെന്റൻസില് ആരാണോ ജോലി ചെയ്യുന്നത്, ശരിയല്ലേ? ഒരു സ്ഥലത്ത് ഇല്ലെങ്കിൽ ഒരു വീട്ടില് ആരാണോ ജോലി ചെയ്യുന്നത് അവർക്കാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇത് കൊടുക്കാറ്, ശരിയല്ലേ? അതേപോലെ തന്നെ ഇവിടെ എന്താണ്? ഒരു സെന്റൻസിന്റെ മെയിൻ പാർട്ടാണ് കർത്ത. ഓക്കെ, അപ്പം കർത്താകാരക്കിന്റെ വിഭക്തി എപ്പോഴും നേ ആയിരിക്കും. എന്താണ്? ക്രിയാക്കെ കർനെ വാല കർത്ത कहलाता है, उसका വിഭക്തി ചിഹ്ന നേ होता है. ഈ നേ എന്ന് പറയുമ്പോ എന്താണ്? നമ്മള് സീതാനെ, രാംനെ, ലഡ്കിനെ അല്ലെ? ഒരു എന്താണ്? സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ എപ്പോഴും നേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കർത്തന്റെ കൂടെ എന്തായി അപ്പം? നേ എപ്പോഴും. അപ്പം കർത്താകാരക്കിന്റെ വിഭക്തി ചിഹ്നം എന്താണ്? നേ ആണ്. ഓക്കെ, ഇതിന്റെ യൂസേജ് എന്താണ്? नए विभक्ति का प्रयोग भूतकाल में क्रिया में किया जाता है. भूतकाल की क्रिया में किया जाता है. എന്താ ഭൂത്കാൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പാസ്റ്റ് ടെൻസിൽ അല്ലെ? പാസ്റ്റ് ടെൻസിലെ വെർബിന്റെ കൂടെയാണ് എപ്പോഴും നമ്മൾ നേ യൂസ് ചെയ്യുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? കർത്ത സ്വതന്ത്ര ഹോത്താ ഹെ. അവിടെ സബ്ജക്ട് എന്താണ്? ഫ്രീ ആണ് അല്ലെ? അതിന് നല്ല ഫ്രീഡം ഉണ്ട്. റൈറ്റ്? കർത്താകാരക് മേ നേ വിഭക്തി കാ ലോപ് ഭി ഹോത്താ ഹെ. ലോപ് എന്ന് പറഞ്ഞാൽ എന്താ? അതങ്ങ് ഇഴുകി ചേർന്ന് പോകും, മീൻസ് ഇൻവിസിബിൾ ആയിട്ട് മാറാറുണ്ട് ചിലപ്പോൾ. ഇസ് നേ ചിഹ്ന കാ വർത്തമാൻ കാൽ और ഭവിഷ്യകാൽ में प्रयोग नहीं होता है അല്ലെ? ഇതില് നേ എന്ന് പറഞ്ഞത് എന്താണ്? നമ്മള് പ്രസന്റിലും ഫ്യൂച്ചറിലും ഒരിക്കലും യൂസ് ചെയ്യാറേ ഇല്ല. इसका सकर्मक धातुओं के साथ भूतकाल में प्रयोग होता है. ഇതിനെ നമ്മൾ എവിടെ യൂസ് ചെയ്യും? സകർമക്. സകർമക്കും അകർമക്കും എന്തായിരുന്നു? ഓബ്ജക്റ്റ് ഉള്ളതാണ് സകർമക്, ഓബ്ജക്റ്റ് ഇല്ലാത്തത് എന്താണ്? അകർമക്കാണ്. റൈറ്റ്? അപ്പം ഇവിടെ എപ്പോഴും എന്താണ്? ഓബ്ജക്റ്റ് ഇല്ലതിന്റെ കൂടെ അല്ലെ? പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്? കർത്തന്റെ കൂടെ നേ വിഭക്തി ചിഹ്നം. ഈസ് ഇറ്റ് ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ, रामू ने मोहन को मारा. राम ने मोहन को या रामू ने मोहन को मारा അല്ലെ? നെയിംസ് ഏതായാലും ശരി, അത് പാസ്റ്റ് ടെൻസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്? നമ്മളുടെ നേ യൂസ് ചെയ്യാറ്. ലഡ്കി സ്കൂൾ ജാത്തി ഹെ. ഇവിടെ എന്തായി? ലഡ്കി സ്കൂൾ ജാത്തി ഹെ. എന്താ രണ്ടിന്റെ വ്യത്യാസം? എന്താ ഡിഫറൻസ്? ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു, രാമുനെ സുഹൻ കോ മാറ. റൈറ്റ്? സെക്കൻഡ് വൺ വന്നു, ലഡ്കി സ്കൂൾ ജാത്തി ഹെ. ഫസ്റ്റില് ക്രിയ का कर्ता कौन है? राम है ना?
ക്രിയയുടെ കർത്താവ് ആരായിരുന്നു, സബ്ജക്റ്റ് ആരായിരുന്നു, അതില് രാമു ആയിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നമ്മൾ കർത്തേന്റെ കൂടെ ആരെ ജോയിൻ ചെയ്തിട്ടുണ്ട്, നേ വിഭക്തിനെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം മാര എന്തിലേക്ക് വന്നു, ഭൂത്കാലായിട്ട് പോയി, പാസ്റ്റ് ടെൻസിലേക്ക് പോയി, അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അടിച്ചു. അതാണ് എന്ത് പറയണത്, നമ്മളുടെ പാസ്റ്റ് എന്ന് പറയണത്. നേ കാ പ്രയോഗ് ഭൂത്കാൽ മേ ഹോത്താ ഹൈ അല്ലെ. നേ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സെന്റൻസ് എന്താണ്, ലഡ്കി സ്കൂൾ ജാത്തി ഹെ. ലഡ്കി സ്കൂൾ ജാത്തി ഹെ ഏതാണ്, ഏത് ടെൻസിലാണ് വന്നിരിക്കുന്നത്, വർത്തമാൻ കാലാണ്. വർത്തമാൻ കാലിന്റെ കൂടെ ഒരിക്കലും ആരെ നമ്മൾ യൂസ് ചെയ്യില്ല, നമ്മള് നേ വിഭക്തി ചിഹ്നന യൂസ് ചെയ്യാറില്ല അല്ലെ. അവിടെ ക്രിയന്റെ കൂടെ ആരാണ്, കർത്ത ലഡ്കിയാണ്. ശരിയല്ലേ, അവിടെ കർത്ത ആരായിട്ടാണുള്ളത്, സബ്ജക്റ്റ് ആരാണ്, ലഡ്കിയാണ്. പക്ഷെ അത് പ്രസന്റ് ടെൻസിലാണ്, വർത്തമാൻ കാലിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് യൂസ് ചെയ്യില്ല, നമ്മള് നേ പ്രത്യയം യൂസ് ചെയ്യില്ല. ഈസ് ഇറ്റ് ക്ലിയർ? കർത്ത ഓക്കെ ആണോ? കർത്ത നമ്മൾ എവിടെയാ യൂസ് ചെയ്യാറ്, നേന്റെ വിഭക്തി ചിഹ്നം നമ്മൾ കർത്താവിന്റെ കൂടെ യൂസ് ചെയ്യുമ്പം അത് പാസ്റ്റ് ടെൻസിലായിരിക്കും. ഒരിക്കലും അത് പ്രസന്റ് ടെൻസിന്റെ കൂടെയോ ഫ്യൂച്ചർ ടെൻസിന്റെ കൂടെയോ ഒരിക്കലും വരില്ല. ഈസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് വന്ന് നമുക്ക് കർമ്മക്കാരക്കാണ്. അടുത്തൊരു എപ്പിസോഡില് നമുക്ക് പുതിയൊരിതായിട്ട് എന്ത് പഠിക്കാം, കർമ്മക്കാരക് പഠിക്കാം അല്ലെ. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.